എന്താ ഡിസറിത്മിയ എന്ന് പറഞ്ഞാൽ എന്താ? അബ്നോർമൽ റിതം. അബ്നോർമൽ റിതം നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള അരിത്മിയാസ് എന്നാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ടെർമിനോളജി എന്താണ്? ഡിസറിത്മിയ. സോ ദർ ഇസ് സംതിങ് അബ്നോർമൽ. ഓക്കെ, ഇപ്പോൾ അരിത്മിയ എന്ന് പറയുമ്പോൾ തന്നെ റിതം മാറിപ്പോയെന്നാണ് നമ്മളിപ്പോൾ അരിത്മിയ എന്ന് പറയുന്നത്. റിതം മാറിപ്പോയി, താളം തെറ്റിപ്പോയി. നമ്മൾ ഈ കോറസിലൊക്കെ പാടുമ്പോൾ എന്താവും, എന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി നിർത്തും, നീ കൂടുതൽ ഒച്ച ഉണ്ടാക്കണം, മാറി നിന്നോ എന്ന് പറയും. എന്താണെന്ന് പറഞ്ഞാൽ വി ആർ കോസിങ് അരിത്മിയ ടു ദാറ്റ് പെർട്ടിക്കുലർ സോങ് അല്ലേ? എനിക്ക് സൗണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പോയി, ആ സമയത്തൊക്കെ നമ്മുടെ കോറസ് എല്ലാം മോശമാവും. സോ അതുപോലെ തന്നെ, സോ ഇഫ് ഇറ്റ് ഈസ് കോൾഡ് ആസ് അരിത്മിയ മീൻസ് റിതം ഇസ് അബ്നോർമൽ. ഓക്കെ, Dysarrythmia means a rhythm which is disrupted. Rhythm which is disrupted. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന റിതംസ് ഏതൊക്കെയാണ്? ടാക്കികാർഡിയ ആൻഡ് ബ്രാഡികാർഡിയ. ബാക്കി റിതംസ് മറന്നോളൂ. ബ്രാഡികാർഡിയ, ടാക്കികാർഡിയ. ഇതിന് എന്തിനാണ് നമ്മൾ ബ്രാഡികാർഡിയ ആൻഡ് ടാക്കികാർഡിയ എന്ന് പറയാൻ? ദീസ് ആർ ടു ഡിസറിത്മിയാസ്. ഡിസറിത്മിയാസ് നോർമൽ വാല്യൂ 60 to 120 is the normal value of the heart rate. എല്ലാവർക്കും അറിയാമല്ലോ, 60 to 120 is the normal heart rate. If heart rate is less than 60, it is called as bradycardia. If it is more than 120, it is called as tachycardia. So normally എല്ലാവർക്കും ബ്രാഡികാർഡിയ ഉണ്ടാവുകയാണെങ്കിലും ടാക്കികാർഡിയ ഉണ്ടാവുകയാണെങ്കിലും നമുക്ക് ചില ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ലൈക്ക് ടാക്കികാർഡിയ. ടാക്കികാർഡിയ ഏതൊക്കെ കണ്ടീഷൻസ് നമ്മൾ ഫേസ് ചെയ്യുന്നത്? ഫീവർ, സിമ്പിളായിട്ട് ഫീവർ, ഓടി സ്റ്റെപ്സ് കയറി വന്നു, ഫിസിയോളജിക്കൽ. അപ്പോൾ എന്താ, ഹാർട്ട് റേറ്റ് കൂടി വരും. ആൻഡ് വെൻ ഡു യു സീ എ ബ്രാഡികാർഡിയ? വെൻ യു ആർ സ്ലീപ്പിംഗ്. ഇപ്പോൾ നല്ലോണം അധ്വാനിക്കുന്ന വ്യക്തികളാണെങ്കിൽ, കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്പോർട്സ്മാൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് വെച്ചിട്ട് നോക്കുമ്പം അവർക്ക് സ്വാഭാവികമായിട്ടും ഹാർട്ട് റേറ്റ് കുറവായിരിക്കും. സോ ദാറ്റ് ഈസ് റേറ്റ് വിൽ ബി ലോവർ ഓൺ സൈഡ്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ബ്രാഡികാർഡിയ. സോ ഇൻ എനി കോണ്ടെക്സ്റ്റ് യു ടേക്ക് എ ECG എടുത്തിട്ടായിരിക്കും നമ്മൾ അവരുടെ ടാക്കികാർഡിയ ഓർ ബ്രാഡികാർഡിയയുടെ ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, we are not going to find out an myocardial ischemia in this particular slides. We are going to find out what is happening with the heart rate. Heart rate വേരിയേഷൻസ് വന്നാൽ ECG നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഫോർ ദാറ്റ് യു നീഡ് ടു നോ വേരിയസ് കണ്ടീഷൻസ്. പക്ഷേ എല്ലാ കണ്ടീഷൻസും പറഞ്ഞു വരുമ്പോൾ അവസാനം സൈനസ് ടാക്കി ഏതാണോ ടാക്കി അരിത്മിയ എന്താണെന്നും അതുപോലും മനസ്സിലാവില്ല. സോ വിൽ ഗോ കേസ് ബൈ കേസ്. സോ ബിഫോർ ഗോയിങ് ഇൻ ടു ദാറ്റ്, ഞാൻ ഇന്നലെ കുറച്ച് കണ്ടക്ഷൻ സിസ്റ്റമിനെ പറ്റി പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് കണ്ടക്ഷൻ സിസ്റ്റമിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്? SA നോഡ്, AV നോഡ്, ബണ്ടിൽ ഓഫ് ഫേസ് ആൻഡ് പർക്കിഞ്ചെ ഫൈബേഴ്സ്. സോ ദിസ് ഇസ് എ കണ്ടക്ഷൻ സിസ്റ്റം. ഇവിടെ കാണാം നമുക്ക് there is an SA node, AV node, bundle of phase and Purkinje fibers. വെൻട്രിക്കിൾസിലേക്ക് ഇന്നർവേഷൻ കൊടുക്കാം. ഇഫ് ദീസ് ഇന്നർവേഷൻസ് ആർ ഡാമേജ്ഡ് ഓർ ഇഫ് ദർ ഇസ് സം അബ്നോർമാലിറ്റി, നമ്മൾ എക്സ്റ്റേണൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പേസ് മേക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അത് വെച്ചാൽ നമ്മൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി. ദാറ്റ് ഹാർട്ട് ഈസ് എ മസ്കുലർ സ്ട്രക്ചർ ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ഇമ്പൾസസ് ത്രൂ എ കണ്ടക്ഷൻ സിസ്റ്റം. അത് ഇന്നർവേഷൻസ് ആണ്, നെർവ് ഫൈബേഴ്സ് ആണ്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ECG തന്നു കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് ബീൻ ഗിവൻ വിത്ത് ആൻ ECG, ദ പ്രോബ്ലം സ്റ്റാർട്ട്സ് ഫ്രം ദർ അല്ലേ? എന്താ പ്രശ്നം എന്നറിയാം? നമുക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് അവസാനം ആ മെഷീൻ ഒരു ഇത് പറയും. എന്താ പറയും? ഇൻഫറൻസ് പറയും. എന്താ പറയുന്നത്? ആൻറ്റീരിയർ വാൾ സെപ്റ്റൽ ഇൻഫാക്ട്, ടാക്കികാർഡിയ, റിതം അബ്നോർമൽ, ഈ വാല്യൂസ് വായിക്കാൻ തുടങ്ങും. അത് ഒരിക്കലും വായിക്കരുത്. ഞാൻ എപ്പോഴും വരുമ്പം ആ സ്ട്രിപ്പ് ചെയ്ത് കളയുക ചെയ്യുന്നത്. ബിക്കോസ് അത് മെഷീൻ ഇവാലുവേറ്റ് ചെയ്യുന്ന, ലൈക്ക് യു ആർ ഹാവിങ് എ മൊബൈൽ ആൻഡ് ഇറ്റ് ഹസ് ബീൻ കണക്റ്റഡ് ടു യുവർ ECG മെഷീൻ ആൻഡ് കീപ് സെയിങ്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന സാധനങ്ങളെല്ലാം അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നൗ വാട്ട് വി ഹാവ് ടു ഗോ ഇസ്, വി ഹാവ് ടു ബി വെരി സിസ്റ്റമാറ്റിക് ഇൻ അപ്രോച്ച്. നമുക്ക് ECGയിൽ ഇങ്ങനെ സ്ക്വയർസ് കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ടോ? ചെറിയ സ്ക്വയർ, വലിയ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഓൾവേസ് റിമെമ്പർ ആ ബിഗ് സ്ക്വയർ. ബിഗ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ലാർജ് സ്ക്വയർ എന്ന് പറഞ്ഞ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ലാർജ് സ്ക്വയർ. ഓക്കെ, അതാദ്യമേ ഓർത്ത് വെക്കുക. രണ്ടാമത്തേത്, വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി RR ഇൻറ്റർവൽ. ഞാൻ ഒരു ഡിവൈഡർ ഇവിടെ വെച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി RR ഇൻറ്റർവൽ. ഇപ്പോൾ മുകളിലൊരു റൂളറും ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ മെനി ലാർജ് സ്ക്വയർസ് ആർ ബിറ്റ്വീൻ ദി RR ടു RR. പക്ഷേ ഇത് റിതം ചെക്ക് ചെയ്യുന്ന ഏതില? റെഗുലർ ഹാർട്ട് റേറ്റിൽ.
റെഗുലർ ഹാർട്ട് റേറ്റ്. ഓക്കെ, ചില സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എന്താ, നമ്മുടെ മോണിറ്ററിൽ നമ്മൾ നോക്കുന്ന പൾസിനേക്കാളും കൂടുതൽ അവിടെ കാണിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കുറവായിട്ടും കാണിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ബയോമെഡിക്കലിനെ വിളിക്കും, ഇത് ശരിയാകുന്നില്ല, റിതം ശരിയാകുന്നില്ല, വേറെ മോണിറ്റർ കൊണ്ടുവന്ന് വെക്കാൻ പറയും, അല്ലെങ്കിൽ നമ്മളൊരു ഡിഫിബ്രിലേറ്ററിലേക്ക് കോറിലേറ്റ് ചെയ്യും. ദാറ്റ്സ് ബിക്കോസ് there will be some abnormality. ചില അബ്നോർമൽ വേവ്സ് വന്നിട്ട് ആ മെഷീൻ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ സ്ക്രീനിൽ കാണിക്കും ടാക്കി, വെൻട്രിക്കുലർ ടാക്കി, ഏട്രിയൽ ടാക്കി എന്ന് പറഞ്ഞ് കാണിക്കും. ദാറ്റ് ഈസ് വാട്ട് ദ മെഷീൻ ഈസ് ബിൻ ട്രെയിൻഡ്. നമ്മളിവിടെ നോക്കുന്നത് എങ്ങനെ ഇ സി ജിയിൽ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ ഹാവിങ് എ നോർമൽ റിതം, റെഗുലർ റിതം ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് നോക്കുന്നത്, ഒരു ലാർജ് സ്ക്വയർ ഏതാ, I'm not saying a big square which involves the both RR. I'm saying about a dark line mark ചെയ്തിരിക്കുന്ന ഒരു ലാർജ് സ്ക്വയർ. ഓക്കെ, ആ ലാർജ് സ്ക്വയറും പിന്നെ RR, പ്ലേസ്മെൻറ്റ് ഓഫ് ദി RR. സോ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നതിനകത്ത്, ഇഫ് എ പേഷ്യൻറ്റ് ഹാസ് ഗോട്ട് അറൗണ്ട് 4 ലാർജ് സ്ക്വയർ, 4 ലാർജ് സ്ക്വയർ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നു, 1 2 3, ഇവിടെ കുറച്ച് 4ൻ്റെ ഒരു ഭാഗം ഇവിടെ കുറച്ചുണ്ട്, അതിന് 4 സ്ക്വയർസ് ഉണ്ട്. ഓക്കെ, 4 ലാർജ് സ്ക്വയർ, 300 ഡിവൈഡഡ് ബൈ 4, 300 ഡിവൈഡ് ബൈ 4, വാല്യൂ മനസ്സിലായോ, എത്ര വരും, അപ്രോക്സിമേറ്റ്ലി 75. ഓക്കെ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ക്ലാസ്സസ് എടുക്കുമ്പം ഈസ് ഓഫ് ആയിക്കോളും. ജസ്റ്റ് ഐ എം ടെലിംഗ് യു ദിസ് ഇസ് ദി ബേസിക്സ്. ലാർജ് സ്ക്വയർ, RR ഇൻട്രവൽ, അത്ര ഓർത്ത് വെച്ച്. സോ ടാക്കി അരിത്മിയാസ്, ഞാൻ കുറേ ടാക്കി അരിത്മിയാസ് എന്ന് പറഞ്ഞപ്പോൾ എന്താ, ഹാർട്ട് റേറ്റ് ഷുഡ് ബി മോർ ദാൻ 120 ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് സം അബ്നോർമൽ വേവ്സ്. സോ ഈ അബ്നോർമൽ വേവ്സ് വരുമ്പം നമുക്ക് ടാക്കി അരിത്മിയാസിൽ 4 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് ബ്രോഡ് കാറ്റഗറിയിൽ പറയുന്നത് നാരോ കോംപ്ലെക്സ് ആൻഡ് ബ്രോഡ് കോംപ്ലെക്സ്. നാരോ കോംപ്ലെക്സിൽ തന്നെ റെഗുലർ ആൻഡ് ഇറഗുലർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏതാ, നാരോ റെഗുലർ ടാക്കിയറിത്മിയ. നാരോ കോംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ അത് റെഗുലറാണ്, അതിലുണ്ടാകുന്ന ടാക്കിയറിത്മിയാസ് ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യാം. ആർക്കെങ്കിലും എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? റെഗുലർ നാരോ കോംപ്ലെക്സ് ടാക്കിയറിത്മിയാസ് ഏതൊക്കെയായിരിക്കും? സിമ്പിൾ, ഞാൻ കുറച്ച് മുമ്പ് ഒരു കണ്ടീഷൻ പറഞ്ഞു. വാട്ട് ഇസ് ദാറ്റ്? ഇല്ല, കണ്ടീഷൻ. ഐ എം നോട്ട് ആസ്കിങ് എനിത്തിങ്. ഐ എം നോട്ട് ആസ്കിങ് ദി ഡിസീസ്. വാട്ട് ഇസ് ദി കണ്ടീഷൻ ഓർ ടൈപ്പ് ഓഫ് ടാക്കിയറിത്മിയ? ഏതായിരിക്കും? സൈനസ് ടാക്കിക്കാർഡിയ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മനസ്സിലായി സൈനസ് ടാക്കിക്കാർഡിയ. വൈ ആർ യു സേയിങ് ഇറ്റ്സ് ആസ് എ സൈനസ്? സൈനസ് ടാക്കിക്കാർഡിയ എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു. വാട്ട് ഇസ് എ സൈനസ് റിതം? നോർമൽ റിതം. ഓക്കെ, നോർമൽ എങ്ങനെയായിരിക്കും നോർമൽ ആകുന്നത്? when you have P, QRS and T waves. അല്ലേ, പി ക്യു ആർ എസ് ടി വേവ്സ് ഒരു സ്റ്റാൻഡേർഡ് ലീഡ്, ദാറ്റ് ഈസ് ലീഡ് ടു ലീഡിൽ ഏറ്റവും താഴത്തെ ലീഡിൽ പി ക്യു ആർ എസ് ടി എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. സോ യു ഹാവ് എ പി വേവ്, യു ഹാവ് എ ക്യു ആർ എസ് കോംപ്ലെക്സ്, യു ഹാവ് എ ടി വേവ്. ഓൾ ദീസ് തിങ്സ് ആർ പ്രസൻറ്റ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് സൈനസ് റിതം. ആൻഡ് ഇഫ് ഇറ്റ് ഗോസ് ബിയോണ്ട് 120, it is called as sinus tachycardia. You don't think about anything. If it is beyond 120, it is called as sinus tachycardia. Regular ആണോ irregular ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? RR interval. So you have regular RR interval. That is, the RR interval here will be regular in nature, keeping in mind that the sinus rhythm is maintained. Okay? Sometimes it becomes abnormal because of an ectopic. We are not concerned with that. We are just looking at the basic ECG stages. ഇപ്പോൾ ഇതെന്താണ്? Sinus tachycardia. Sinus tachycardia comes in which category? In a narrow complex regular tachyarrhythmia. Narrow complex, which is narrow complex എന്ന് പറഞ്ഞാൽ ഏത് കോംപ്ലെക്സ് ആയിരിക്കും? QRS complex. QRS complex നാരോ ആണ്, പക്ഷേ അത് റെഗുലർ ആണ്. അത് കൂടാതെ തന്നെ ടാക്കിക്കാർഡിയ ഉണ്ട്. So that is called as narrow complex tachyarrhythmia. First example വരുന്ന ഏതാ? Sinus tachycardia. Can you give me another example of it? Narrow complex tachyarrhythmia. SVT. അത് ഇപ്പോഴത്തെ ആ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് അത് കറക്ഷൻ ഞാൻ ചെയ്യാം. ഓക്കെ,
So I'll give you another detailed of another arrhythmia. SVT was one of the part which ACLS was giving us a picture. പക്ഷേ അത് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഏട്രിയൽ ടാക്കി കാർഡിയ. ഇന്നത്തെ ക്ലാസ് കുറച്ചൊരു ഡെപ്ത് ആയതുകൊണ്ടാണ് ഞാൻ ഈ ടെർമിനോളജീസ് യൂസ് ചെയ്യുന്നത്. ഏട്രിയൽ ടാക്കി കാർഡിയ. ഏട്രിയൽ ടാക്കി കാർഡിയൽ വാക്ക് എന്ന് പറയുന്നുണ്ട് എന്താ? ഇറ്റ് കംസ് ഫ്രം ഏട്രിയ. ഏട്രിയ പ്രൊഡ്യൂസസ് മോർ amount of rhythm. Atria produces more amount of rhythm, but that tachycardia has got a regular RR interval. Regular RR interval. പക്ഷേ അവിടെ ഒരു സംഭവം ഇല്ല. എന്താ അത്? ഏട്രിയനെ ഒറിജിൻ ചെയ്തുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പി വേവ് ഇല്ല. സോ യു ഡോണ്ട് ഹാവ് എ പി വേവ് ഇൻ എ atrial tachycardia, but it is regular in nature. It's regular in nature. Okay, it is a narrow complex. It generates from atria and it is having a regular RR interval and it is having a tachycardia which is more than 120. It is called as atrial tachycardia. Next is atrial flutter. കേട്ടിട്ടുണ്ടോ atrial flutter? എവിടെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇന്നത്തെ മനസ്സിലാക്കുന്ന ദിസ് ആർ കൺഫ്യൂസിങ് ടേംസ്. ദാറ്റ്സ് വൈ ഐ എം ടെല്ലിങ് യു. ഏട്രിയൽ ഫ്ലട്ടർ മീൻസ് യു ഹാവ് ഫ്ലട്ടർ വേവ്സ് ബിറ്റ്വീൻ ദി RR ഇൻട്രവൽ. ഇത് കാണുന്നില്ല, ഒരു ഇങ്ങനെ സോ ടൂത്ത് അപ്പിയറൻസ് പോലെ കാണുന്നത്. ഈ സോ ടൂത്ത് അപ്പിയറൻസ് വിൽ അപ്പിയർ ബിറ്റ്വീൻ ദി RR ഇൻട്രവൽ. പക്ഷേ RR വിൽ ബി റെഗുലർ. RR വിൽ ബി റെഗുലർ. ഓക്കെ, ഐ വിൽ ഹോൾഡ് ഓൺ ഫോർ എ മിനിറ്റ് നൗ. I'll go back once again. Okay, so what we were discussing actually? We are discussing about tachyarrhythmia. Why tachyarrhythmia? Because heart rate is more than 120. അതാ ഞാൻ പറഞ്ഞത്. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ തിരിച്ച് നമ്മളെന്താവും, സൈനസ് ടാക്കി എന്താണെന്നോ ഈ ടാക്കി എന്താണെന്നോ മറന്നു പോകും. സോ അഗെയിൻ ഐ എം റിവൈസിങ്. സോ what did I mention? Tachyarrhythmia. Tachyarrhythmia means you have a tachycardia with some dysarrhythmia. So here what we are going to discuss is a dysarrhythmia including a narrow complex tachyarrhythmia. Narrow complex tachyarrhythmia. So narrow complex can happen only in the atrial origin. Atrial origin means whatever happens at the atria, upper chamber, നമ്മുടെ മുകളിലത്തെ ചേമ്പേഴ്സിൽ എന്താ നടക്കുന്നത് അത് നാരോ കോംപ്ലക്സാണ് ജനറേറ്റ് ചെയ്യുന്നത്. Okay, one more, നമ്മുടെ വിൻസിസ്റ്റർ പറഞ്ഞ പോലെ supraventricular tachycardia. It has also been generated above the ventricles, means near the level of atria, but അതിൻ്റെ മെഷർമെൻറ്റ്സ് വരുമ്പം ഇച്ചിരി മാറുന്നുണ്ട് കമ്പയർഡ് ടു ദീസ്. സോ ഇപ്പോഴത്തെ പുതിയ അപ് ടു ഡേറ്റിൽ പറയുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഓൾസോ കാറ്റഗറൈസ് ഇൻ ബ്രോഡ് സ്പെക്ട്രം. ബ്രോഡ് QRS കോംപ്ലക്സിലാണ് supraventricular tachycardia ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ACLSൽ പറയുന്ന നാരോ സ്പെക്ട്രം, ബ്രോഡ് സ്പെക്ട്രം അങ്ങനെ പറയണം. സോ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടേ വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ദി സൈനസ് ടാക്കിക്കാർഡിയ. വാട്ട് ഈസ് സൈനസ് ടാക്കിക്കാർഡിയ? RR will be regular. It has all the components of the sinus rhythm and it is a tachyarrhythmia. Okay, it is seen in common persons, like you have a fever, exercise or any kind of adrenergic rush, definitely you will have tachycardia. First disease ഞാൻ പറഞ്ഞ ഏതാണെന്നു? atrial tachycardia. Atrial tachycardia. So it becomes a disease now because atria is producing more amount of impulses, okay, and it is actually not following the path of a normal sinus rhythm. Okay, atria is hyper excited. അവിടുന്ന് ഉണ്ടാകുന്ന ഇമ്പൾസ് വെച്ച് അതുകൊണ്ട് എന്താവും, പി വേവ്സ് കാണില്ല, പക്ഷേ RR ഇൻട്രവൽ റെഗുലർ ആയിരിക്കും. ഇപ്പം മനസ്സിൽ തോന്നുന്നുണ്ടോ, പല ECGs നമുക്ക് റെഗുലറായിട്ട് തോന്നുമ്പം, നാരോ കോംപ്ലക്സ് ആയിട്ട് തോന്നുമ്പം ചിലപ്പോൾ നമ്മൾ ഏട്രിയൽ ടാക്കിക്കാർഡിയനെ മിസ് ചെയ്ത് പോകും. സോ എങ്ങനെ അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? പി വേവ് ഇസ് ആബ്സെൻറ്റ്. സെക്കൻഡ് കേസ് ആയി ടോൾ, എപ്പോഴും പേഷ്യൻ്റ് ഭയങ്കര വയലൻ്റ് ആണ്, ഇങ്ങനെ അങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അബറേഷൻസ് വരും അല്ലേ? അത് നമുക്ക് ഈ ഏട്രിയൽ ഫ്ലട്ടർ മിസ്സായി പോവോ? ഏട്രിയൽ ഫ്ലട്ടർ വേവ്സ് മിസ്സാവുമോ? ചിലപ്പം വരാം. ബിക്കോസ് നമ്മുടെ ബേസ് ലൈനിൽ തന്നെ, നമ്മുടെ ബേസ് ലൈൻ ലെവലിൽ തന്നെ നമുക്കൊരു സോ ടൂത്ത് അപ്പിയറൻസ് വന്നാൽ ഇങ്ങനെ സിഗ്സാഗ് വേയിൽ വരുന്ന വേവ്സ്. ഓക്കെ, ഇത് കണ്ടാൽ മതി. ഇത് കണ്ടോ, ഇവിടെ ഇല്ല, ഇത് ഒറിജിനൽ ECG ആയതുകൊണ്ടാണ്. ഇത് കണ്ടോ, ഈ ഒരു വേവ് കാണുന്നില്ലേ, അത് ദീസ് വേവ്സ് ആർ ജനറേറ്റഡ് ഫ്രം ദി ഏട്രിയാസ്.
ഞാൻ എന്താ പറഞ്ഞ മുമ്പേ ഏട്രിയ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ഏട്രിയൽ ഫ്ലട്ടർ എന്ന് പറയുമ്പം ഹാർട്ട് ഇങ്ങനെ ഫ്ലട്ടർ ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ഫ്ലട്ടറിങ്. നമ്മുടെ ഇലകൾ ഇങ്ങനെ ഫ്ലട്ടർ ചെയ്യുന്ന പോലെ തന്നെ ഫ്ലട്ടർ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇറ്റ് ഈസ് വെരി എക്സൈറ്റഡ്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ആ ഒരു ഇലക്ട്രോ ഫിസിയോളജിക്കൽ ഇമ്പൾസസ് വളരെ കൂടുതലായതുകൊണ്ട് ഡെഫിനറ്റ്ലി അത് പോസിറ്റീവ് വേവ്സ് കാണിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇഫ് ദ ഏട്രിയാസ് ഡീപോളറൈസ്ഡ്, വാട്ട് വേവ്സ് ജനറേറ്റ്? P wave. P wave denote atrial depolarization. Atrial flutter എന്താ ചെയ്യുന്നത്? അങ്ങനത്തെ മൾട്ടിപ്പിൾ ടൈംസ് ഡീപോളറൈസേഷനെ അവിടെ കാണിക്കുന്നത്. മീൻസ് P waves ആർ ജനറേറ്റഡ് വെരി റെഗുലർലി. അതിൻ്റെ ഇടയ്ക്ക് എന്താവുന്ന വെൻട്രിക്കിൾസ് എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ട് RR ഇൻട്രോൽ വരണം. സോ ഇപ്പോൾ ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നത് എന്താ? ഏട്രിയൽ ഫ്ലട്ടറും ഏട്രിയൽ ഫിബ്രിലേഷനും പിന്നെ നമ്മുടെ ഏട്രിയൽ ടാക്കിക്കാർഡിയ. ഹൗ വിൽ യു ഡിഫറൻഷിയേറ്റ്? ഏട്രിയൽ ടാക്കിക്കാർഡിയ, ഏട്രിയൽ ഫ്ലട്ടർ ആൻഡ് ഏട്രിയൽ ഫിബ്രിലേഷൻ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? മൂന്നിലും P waves ഇല്ല. എന്തായിരിക്കും? ഒരു കണ്ടീഷനേ ഉള്ളൂ. എന്തായിരിക്കും അത്? RR ഇറഗുലർ ആയിരിക്കും. ഏട്രിയൽ ഫിബ്രിലേഷനിൽ RR ഇറഗുലർ ആയിരിക്കും. ഓക്കെ, ഗോട്ട് ഇറ്റ്? ക്യാൻ യു സമ്മറൈസ് വൺസ് അഗൈൻ? മനസ്സിലാവുന്നുണ്ടോ? അടുത്ത സ്ലൈഡിലേക്ക് ചാടുമ്പം പിന്നെ കൺഫ്യൂഷൻ കൂടുമോ? മനസ്സിലായോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ആർ യു ഓക്കെ വിത്ത് ദാറ്റ്? ഓക്കെ, ഞാൻ ഇവിടെ വെച്ച് നിർത്തി ബാക്കിലേക്ക് പോവാം. ഞാൻ ഇനിയും സ്ലൈഡ്സ് ഉണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. പക്ഷെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഈ ക്രൗഡിൽ നിന്ന് എല്ലാവരും ഉറങ്ങിപ്പോവും. സോ ഞാൻ ഐ ഗോ ബാക്ക് അഗൈൻ. ഓക്കെ, ഐ വിൽ നോട്ട് റിപ്പീറ്റ്, ഐ വിൽ ടീച്ച് യു സംതിങ് ഹിയർ. ഓക്കെ, നൗ we saw something like atrial tachycardia, atrial complex tachycardia and so and so. ഇവിടെ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നത് something is wrong with the atria. Something is wrong with the atria. That's why you are getting some abnormal waves. And how are those abnormal waves identified? There are narrow complex waves. Okay? Tachyarrhythmias ഉണ്ടാണെങ്കിലും അത് narrow complex ആണ്. So any pathology associated with the atrial degeneration or atrial pathology definitely will cause tachyarrhythmias. So conduction la nammal പഴയത് പറഞ്ഞ പോലെ what are the conduction goes on? നമ്മുടെ SA node in AV node ലേക്ക് നമുക്ക് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, SA node തൊട്ട് AV നോഡിലേക്ക് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. സോ ഈ SA node എന്ന് പറയുന്നത് എത്രയായിരിക്കും അതിനെ ഒരു റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മിനിറ്റിൽ? ഒരു ഇമാജിനേഷൻ എത്ര കാണുമായിരിക്കും? 60 to 120. ഓക്കെ, ഒരാൾ 60 to 120. വേറെ ഏതെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? എത്രയായിരിക്കും സാധാരണ? ഒബ്വിയസ്ലി പറഞ്ഞ പോലെ 60 to 120 ആകാമെന്നില്ല സാധ്യത കൂടുതലായിട്ടും തോന്നുന്നത്. ആണോ? നമുക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നുള്ളൂ. ബിക്കോസ് ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വരണം. റിമെമ്പർ, SA node has got very high frequency of generating impulse. Very high frequency എന്ന് പറഞ്ഞാൽ അത് 60, 120 നിൽക്കുന്നത്. അത് നിൽക്കുന്നത് ചിലപ്പോൾ 200, 250. സോ അവിടെ ഒരു കണക്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി SA node അതിനെ തനി സ്വഭാവം കാണിക്കും. എന്താ തനി സ്വഭാവം കാണിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഹാർട്ട് റേറ്റ് കാണിക്കും. മനസ്സിലായോ? സോ SA node once it generates 200 to 250 impulse ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് it goes through nodal path. ഏതൊക്കെ nodal path? AV node. AV node becomes a first gatekeeper. First gate ആണത്. So what happens is you have lot of impulses coming from SA node. AV node what it does is it funnelize. അത് സ്ട്രീംലൈൻ ചെയ്യും. ആ ഒരു ഇമ്പൾസിനെ സ്ട്രീംലൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് ബണ്ടിൽ ഓഫ് ഹിസിലേക്ക് എത്തിക്കും. ഈ ബണ്ടിൽ ഓഫ് ഹിസിലേക്ക് എത്തിയിട്ട് പിന്നെ അത് ബൈഫോക്കേറ്റ് ചെയ്ത് വെൻട്രിക്കിൾസിലേക്ക് പോകും. ഓക്കെ, സോ അന്നേരം എന്താവും? തുടങ്ങി വെച്ച് 200 ഹാർട്ട് റേറ്റ് ആണെങ്കിൽ AV നോഡിലേക്ക് വരുമ്പോൾ നേരെ അതിനെ പകുതിയിലേക്ക് അത് കൊണ്ടുവരും. 100 to 140 വരെ കൊണ്ടുവരും. അത് കഴിഞ്ഞതിന് ശേഷം വെൻട്രിക്കിൾസിലേക്ക് എത്തിക്കുമ്പോൾ, വെൻട്രിക്കിൾസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വണ്ണമുള്ള ആൾക്കാരാണ്, കുറച്ച് ബുല്ലിങ് ആൾക്കാരാണ്. അവർക്ക് നീ അവിടെ നിന്ന് എത്ര ചാടിയാലും ഞാൻ അനങ്ങുന്ന സമയത്ത് ഞാൻ അനങ്ങുകയുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് എസ് റിഫ്രാക്ടറി പീരിയഡ്. ഓക്കെ, ഏട്രിയ എന്ന് പറഞ്ഞാൽ ആകെ തിന്നാണ്, ചെറുപ്പക്കാരാണ്, അവർക്ക് എങ്ങനെ വല്ലതും ചാടി ഇത് ചെയ്യാം. പക്ഷേ ഇവരൊക്കെ എല്ലാം സീനിയർ സിറ്റിസൻസാണ്. LVH എന്ന് പറയുമ്പോൾ
എൽ വി മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇതായിട്ട് കോൺട്രാക്ട് ചെയ്തിട്ട് റിലാക്സ് ചെയ്യാൻ കുറച്ച് സമയം വേണം. മുകളിൽ ഇരിക്കുന്നവന്മാർക്കൊന്നുമില്ല, അത് തിൻ ലെയർ പെട്ടെന്ന് ചാടിക്കൊണ്ടേയിരിക്കും. സോ അതിനെ കൺട്രോൾ ചെയ്തതിന് ശേഷം നമുക്ക് വെൻട്രിക്കിൾസിലേക്ക് വരുമ്പോൾ ഒരു ഹാർട്ട് റേറ്റ് ജനറേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് എ വെൻട്രിക്കുലർ റേറ്റ്. ഇ സി ജിയിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു സംഭവം വായിച്ചിട്ടുണ്ടോ? വെൻട്രിക്കുലർ റേറ്റിന് വായിച്ചിട്ടുണ്ടോ? വെൻട്രിക്കുലർ റേറ്റിന് എന്തിനാണ് പറയുന്നത്? ബിക്കോസ് അതാണ് തീരുമാനം. പ്രായമുള്ളവർ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ തീരുമാനം. കൊച്ചു പിള്ളേർ പറഞ്ഞാൽ കേൾക്കുമോ? ഇല്ല. കൊച്ചു പിള്ളേർ അവിടെ ഇരുന്ന് ഏട്രിയയിലിരുന്ന് ഏറ്റവും കൂടുതൽ ഇമ്പൾസ് കൊടുത്തുകൊണ്ടിരിക്കുക. വെൻട്രിക്കിൾ സ്റ്റാർട്ട് സെയിങ് നോ, ദിസ് ഈസ് ദി ഫൈനൽ റേറ്റ്. ഇത് പറയാനൊരു റീസണുണ്ട്. സംടൈംസ് വി ഹാവ് ആൻ atrial fibrillation in patient, but their heart rate is around 88 to 110. നമ്മളിപ്പോൾ ഡിൽസം കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, അമ്യൂഡ്രോൺ കൊടുക്കുന്നു, ഷോക്ക് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഹാർട്ട് റേറ്റ് ഇസ് ലോ, ബട്ട് ദേ ഹാവ് എ ഇറഗുലർ ഹാർട്ട് റേറ്റ് ഉണ്ട്, പക്ഷേ റേറ്റ് കുറഞ്ഞിരിക്കുന്നു. ദേ വി മെൻഷൻ സംതിങ് ലൈക്ക് സ്ലോ വെൻട്രിക്കുലർ റേറ്റ്, atrial fibrillation with slow ventricular rate. റേറ്റ് കൂടിക്കഴിഞ്ഞാൽ atrial fibrillation with fast ventricular. The concept is ventricular rate is the only one which is determinant about a pulse. പൾസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യണ്ടേ? ഏട്രിയ കോൺട്രാക്ട് ചെയ്ത പൾസ് ഉണ്ടാവുമോ? ഇല്ല. സോ അൾട്ടിമേറ്റം ഈസ് യു ഷുഡ് ഹാവ് എ വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ വിച്ച് വിൽ ജനറേറ്റ് എ പൾസ്. So whatever rate the ventricles develop, that is considered to be the pulse of a patient. അതുകൊണ്ടാണ് നമ്മൾ മോണിറ്റർ നോക്കി പൾസ് റേറ്റ് നോക്കിക്കഴിഞ്ഞാലും പേഷ്യൻറ്റിനെ ആക്ച്വൽ പൾസ് നോക്കാനും പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മളെപ്പോഴും മോണിറ്റർ നോക്കിയിട്ട് ഇത് നമ്മളിപ്പോൾ CPR കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? കാരോട്ടിഡ്സ് നോക്കും. എന്തിനാണ് കാരോട്ടിഡ്സ് നോക്കുന്നത്? യു ആർ ട്രൈങ് ടു സീ വെദർ ദാറ്റ് ഇമ്പൾസ് ഇസ് ആൻ ഏട്രിയൽ ടാക്കിക്കാർഡിയ ഓർ ഏട്രിയൽ ഇമ്പൾസ് ആണോ, ഓർ ഇറ്റ് ഇസ് എ വെൻട്രിക്കൽ ഇമ്പൾസ്. ഓക്കെ, വെൻട്രിക്കിൾസ് എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ നെവർ ഗോ ബിയോണ്ട് എ പോയിൻറ്റ്. 140 അല്ലെങ്കിൽ 120യുടെ മുകളിൽ അത് പോകാനായിട്ട് പറ്റില്ല. അത് പോയി കഴിഞ്ഞാൽ അത് അബ്നോർമലാണ്. ഓക്കെ, വിൽ ഗോ ഇൻ ഡീപ്പ് ലേറ്റർ. സോ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒരു കണ്ടക്ഷൻ സിസ്റ്റം ഉണ്ട്, SA നോഡുണ്ട്, AV നോഡുണ്ട്, നമുക്ക് Purkinje fibers and bundle of his ഉണ്ട്. SA node has got higher frequency of generating impulses. AV node will filter down that particular impulse and generate it towards the ventricles. Ventricles has a proper characteristic feature of having a refractory period. എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം കഴിയാതെ അത് പിന്നെ അത് ഇമ്പൾസിനെ എടുക്കില്ല. പ്രായമുള്ള മനുഷ്യർ പോലെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും ആ സമയത്ത് അത് നടക്കുകയുള്ളൂ. സോ അതുപോലെ ventricles will contract on its own time. So that is how a normal sinus rhythm occurs. So go back to your PQRS T wave. What is happening there? P wave generate idu, atria got depolarized, then comes ventricles which got depolarized. Yesterday I had told about repolarization. What is repolarization? That is the period when ventricles will not accept any impulse from the atria. മനസ്സിലായില്ലേ? ഓൾറെഡി അതൊരു റീപോളറൈസേഷൻ ഫേസിലേക്ക് വരുന്നുണ്ട്. സോ അന്നേരം എന്താ ഒരു ഗ്യാപ്പ് വരും അല്ലേ? അല്ലെങ്കിൽ മുകളിൽ ഇരിക്കുന്നവന്ന് 200-250 ഇങ്ങനെ ഇമ്പൾസ് വിട്ടുകൊണ്ടിരുന്നാൽ എന്താവും? ഇപ്പോൾ KCBക്കാർ അവിടുന്ന് ഹൈ പവറായിട്ട് കറണ്ട് വിട്ടാൽ നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താവും? എല്ലാ സാധനവും പോകത്തില്ലേ? ഇടിമിന്നൽ വന്നാൽ എന്താവും? എല്ലാം കത്തിപ്പോവും. അതുപോലെ തന്നെ മുകളിൽ നിന്ന് എന്തെങ്കിലും വരുവാണെങ്കിൽ അന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് we have to have a refractive period. That is where the ventricles takes part. Okay, ventricle has this characteristic feature. So you have a PQRST and the ventricles will have a generation of that impulse. So sinus rhythm will always have this component. Atria component will never have a P wave but will have rest of the parameters like QRS ആണ്. T ഒരു പക്ഷേ കിട്ടും അല്ലെങ്കിൽ T കിട്ടിയാൽ okay fine. പക്ഷേ there will be a QRS complex generated and there will be a T because repolarization ഉണ്ടാവും അവിടെ. Okay, understanding? മനസ്സിലായോ? ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, ഞാൻ ഒരു പേഷ്യൻ്റ് okay, so 32-year-old male had gone for a dental extraction. പല്ലെടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. പല്ലെടുത്തതിന് ശേഷം എഴുതി വെക്കണം 32-year-old male had gone for a dental extraction. So he was given with lignocaine
അനസ്തറ്റിക് ഏജൻസ് എല്ലാം കൊടുത്തു. പക്ഷേ ഭയങ്കര സെൻസിറ്റീവാണ്. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കര പെയിനും ഇഞ്ചക്ഷൻസിനോടും പേടിയാണ്. സോ പുള്ളിയുടെ പല്ല് പരയ്ക്കാനായിട്ട് പോയ സമയത്ത് പെട്ടെന്ന് തന്നെ പേഷ്യൻ്റ് വിയർക്കുന്നു. അവിടെ ഇരിക്കുന്ന മോണിറ്ററിൽ പൾസ് ഓക്സിമീറ്റർ കണക്ട് ചെയ്ത് വെച്ച് നോക്കിയപ്പോൾ ഹാർട്ട് റേറ്റ് വാസ് അറൗണ്ട് 138. ഓക്കെ, he started sweating. Okay, what is your first differential diagnosis? Pain. ഞാൻ പെയിനും പറഞ്ഞു, ആങ്ഷ്യസ് ആണെന്ന് പറഞ്ഞു. What could be the reason? Sinus tachycardia. Will you take an ECG for that patient? എടുക്കൂല്ലേ? ഇത്രയും പറഞ്ഞിട്ട് മതി എടുക്കൂല്ലേ? അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടില്ല. വെൻ യു സ്റ്റാർട്ട് നോയിങ് തിങ്സ് യു ആർ മോർ നോൺ കോൺഫിഡൻറ്റ് പോലെ. ഒന്നും അറിയാത്തവർ എൻ്റെ വൈഫ് പറഞ്ഞു അതെന്തിന് ഒരു 2 ഇടി വെച്ചാൽ മതിയല്ലോ, CPR കൊടുത്താൽ മതിയല്ലോ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ലൈക്ക് ടാക്കിക്കാർഡിയ. യു ആർ സീയിങ് എ ടാക്കിക്കാർഡിയ. ECG എടുക്കുമോ? എന്തിനാണ് ECG എടുക്കുന്നത്? ഞാൻ ഒരു കാര്യം പറഞ്ഞു തന്നു. നിങ്ങൾ പൾസ് വെച്ച് ഇവിടെ നോക്കുന്നു, നിങ്ങളും ടെൻഷനിലായിരിക്കും പേഷ്യൻ്റ് പൾസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലേ? ചില സമയത്ത് നമ്മളും ടെൻഷനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ പൾസും മറന്നുപോകും എത്രയാണ് നോക്കേണ്ടതെന്ന്. ഒന്നുമില്ലേ, 6 സെക്കൻഡ് 60 സെക്കൻഡ് എല്ലാം മറന്നുപോകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവിടുത്തെ ചേച്ചി വിളിച്ച് പറയാം, എടാ ഇഞ്ചക്ഷൻ കൊടുത്തോടാ, അങ്ങോട്ട് തിരുമ്പോൾ ഇത് അങ്ങ് ഇമ്പൾസ് അങ്ങ് മറന്നുപോകും. സോ വാട്ട് ഈസ് എ ഡെഫിനറ്റീവ് ഡയഗ്നോസിസ് ടു സേ ദിസ് പേഷ്യൻ്റ് ഹാസ് ഗോട്ട് നോർമൽ സൈനസ് റിതം? യു ഷുഡ് ഹാവ് എ ECG. ഇല്ലേ? ഉറപ്പല്ലേ? അന്ന് സൈനസ് റിതം വന്ന് കൺഫേം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഒരു ECG എടുത്തിട്ട് കൺഫേം ചെയ്യും, ഇറസ്പെക്റ്റീവ് ഓഫ് ഹൗ ഗുഡ് ദ പേഷ്യൻ്റ് ഇസ്. നമ്മൾ എന്തൊക്കെ ചെയ്തു? ലോക്കൽ ഇൻഫിൽട്രേഷൻ ഓഫ് ആൻ ഇഞ്ചക്ഷൻ ചെയ്തു. ഡ്രഗ് റിയാക്ഷൻ വരാൻ സാധ്യത ഉണ്ടല്ലോ. ഡ്രഗ് ലിഗ്നോക്കിൻ്റെ ജോലി എന്താ? നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല, പക്ഷേ ദർ സംതിങ് ലൈക്ക് ലിഗ്നോക്വിൻ വിത്ത് അഡ്രിനാലിൻ ആൻഡ് ലിഗ്നോക്കിൻ വിത്തൗട്ട് ആൻ അഡ്രിനാലിൻ ഇല്ലേ? നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? There should be some property with the lignocaine. Lignocaine is also used in arrhythmias. Okay, direct IV കൊടുത്താൽ എന്ത് സംഭവിക്കും? ബ്രാഡി അടിക്കും, പേഷ്യൻ്റ് അറസ്റ്റാണ്. ഓക്കെ, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ആ ടെർമിനോളജി യൂസ് ചെയ്ത് lignocaine. So to confirm whether this patient has had any cardiac arrhythmia, you have to take a ECG. You took a ECG. Now I come and say, oh sister, ഒരു കുഴപ്പമില്ല, സൈനസ് ടാക്കിക്കാർഡിയ. അന്ന് സിസ്റ്ററിൻ്റെ മനസ്സിൽ എന്താ വരേണ്ടത്? സൈനസ് ടാക്കിക്കാർഡിയ. ഹൗ വിൽ യു ഡയഗ്നോസ് ദാറ്റ് സൈനസ് ടാക്കിക്കാർഡിയ? The patient should have normal sinus rhythm. The RR interval should be regular. Okay. And what should be the heart rate? How much should be the heart rate? More than 120. More than 120. I'm not asking 140, 160. More than 120. Okay. He has been given consoling effect. എല്ലാം കൊടുത്തു, പേടിക്കണ്ട, ഒന്നും കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ടെൻഷൻ എടുക്കണ്ട, ഒരു മാസമായിട്ട് കുടിച്ചിരുന്നോളൂ, ഒരു കുഴപ്പമില്ല. ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പം you started seeing some deterioration in the patient, that he started having BP fall. Suddenly BP അങ്ങ് താന്നു പോയി പേഷ്യൻ്റ്. അപ്പോൾ എന്ത് ചെയ്യും? കാല് പൊക്കി നോക്കും. എന്താ കാല് പൊക്കാൻ കാരണം? BP താന്നു പോകുന്നത് എന്തിനാ? പെയിൻ കാരണം കൊണ്ട് എന്തോ ഉണ്ടാവും? പേസോവേഗൽ സിൻകോ. BP അങ്ങനെ എന്താവും? പെയിൻ കഴിഞ്ഞാൽ എന്താവും? BP താന്നു. BP കൂട്ടാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? 2 കാലും പൊക്കും ഇല്ലേ? കാല് പൊക്കുമോ ഇല്ലയോ? അല്ലെങ്കിൽ വെറുതെ വിടുക. ഇവിടെ ചില സമയത്തൊക്കെ ഞാൻ കാണാറ്, കുഴഞ്ഞു വീഴുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിർത്തി വെച്ചിരിക്കും, താഴെ വീഴാതിരിക്കാൻ. ഒരിക്കലും ഇല്ല, വീണ് കഴിഞ്ഞാൽ താഴെ ഇരുത്തുക, ആയിട്ട് കാൽ പൊക്കി വെക്കുക. കാൽ പൊക്കി വെക്കുന്ന എന്തിനാ? ടു ഹാവ് എ ഗുഡ് വീനസ് റിട്ടേൺ. ടു ഹാവ് എ ഗുഡ് വീനസ് റിട്ടേൺ ആൻഡ് ടു ഹെൽപ്പ് ദി ഹാർട്ട് ടു പമ്പ് അഗൈൻ പ്രോപ്പർലി, കാർഡിയക് സ്ട്രോക്ക് ഔട്ട്പുട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. സോ ഇത് ചെയ്തതിന് ശേഷം പേഷ്യൻ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. ആൻഡ് നൗ യു സ്റ്റാർട്ടഡ് ഹാവിങ് ഒരു സംശയം തോന്നി, എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, എന്താണ്? നമ്മൾ പൾസ് നോക്കാൻ തുടങ്ങി. പൾസ് നോക്കിയപ്പം ഇപ്പോഴും പേഷ്യൻ്റെ പൾസ് റേറ്റ് റെഗുലറാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ ECG എടുക്കുമോ ഇല്ലയോ? ഇപ്പോൾ ECG എടുക്കും. എന്താന്ന് പറഞ്ഞാൽ പണി കിട്ടാൻ പോകുന്നതല്ലേ. പേഷ്യൻ്റ് അനങ്ങുന്നില്ല, പേഷ്യൻ്റ് വിയർത്തു, BP താന്നു പോയി. ഡെഫിനറ്റ്ലി യെസ്, ECG. അപ്പോൾ എന്ത് ചെയ്യും? ECG ചേച്ചിനെ വിളിക്കും അല്ലേ? ഞാൻ ECG ചേച്ചി ഒരു ഇതും എടുത്തുകൊണ്ട് സൂട്ട് കേസുമായിട്ട് വരും. വന്നിട്ട് അവിടെ ECG ചെയ്യും. കുറച്ച് സമയം എടുക്കും, പക്ഷെ അപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടും കുറച്ച് ടാക്കിക്കാർഡിയ കൂടിയിരിക്കുക. നൗ യു സോ ദാറ്റ് ദർ ഇസ് ആൻ ECG സ്ട്രിപ്പ്. ഓക്കെ, ECG സ്ട്രിപ്പ് എടുത്തപ്പം ഞാൻ അവിടെ പറയുന്നു, ഓ മൈ ഗോഡ്, ദിസ് പേഷ്യൻ്റ് ഹാസ് ഗോട്ട്
atrial flutter. Atrial flutter. ഇനി ഞാൻ atrial flutter എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? There will be sawtooth appearance of the P wave. P wave ആണ്, not T waves. P wave will look like a sawtooth. So it will look like a sawtooth, but there is regular RR interval. So how did it differ from a sinus tachycardia? അവിടെ പ്രശ്നമായില്ലേ? സൈനസ് ടാക്കിക്കാർഡിയം ഏട്രിയൽ ഫ്ലട്ടറിൽ എങ്ങനെ ഡിഫറൻസ് വന്നു? അവിടെ ആബ്സെൻറ്റ് പി വേവ്സ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഫ്ലട്ടർ പി വേവ്സ്. പി വേവ് കഴിഞ്ഞ് നെക്സ്റ്റ് വേവ് എന്താ വേണ്ടി? ആക്ച്വലി QRS കോംപ്ലെക്സ്. ബട്ട് ഇൻ ഏട്രിയൽ ഫ്ലട്ടർ ഇറ്റ് ഈസ് അനദർ പി വേവ്, ദെൻ വൺ മോർ പി വേവ്, അത് കഴിഞ്ഞിട്ട് ഒരു QRS കോംപ്ലെക്സ്. സോ വെൻട്രിക്കിൾസ് അതിന് പാട്ടുന്നത് പമ്പ് ചെയ്യുന്നു, മുകളിലിരിക്കുന്ന ഏട്രിയൽ വേറെ രീതിയിൽ ഫ്ലട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് വൈ ഏട്രിയൽ ഫ്ലട്ടർ വിൽ ബി മിസ്മാനേജ്ഡ്. അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയില്ല, ECG എടുത്തില്ലെങ്കിൽ എന്താവും? പേഷ്യൻ്റെ അബ്നോർമൽ കണ്ടീഷൻ നമ്മൾ മിസ് ചെയ്ത് പോകില്ലേ? ഓക്കെ, മനസ്സിലായോ? പിടികിട്ടി? ഓക്കെ. അതുപോലെ തന്നെ ഏട്രിയൽ ടാക്കിക്കാർഡിയം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കൺഫ്യൂഷൻ. ഏട്രിയൽ ടാക്കി പാവമാണ്, ഒന്നും ചെയ്യില്ല, അവിടെ തന്നെ ഇരുന്നോളും. പക്ഷേ നമ്മൾ പൾസ് നോക്കുമ്പം ചില സമയത്തൊക്കെ സ്കിപ്പിംഗ് ഓഫ് ബീറ്റ്സ് മനസ്സിലാക്കാൻ പറ്റും. സോ what we discussed today was a narrow complex tachyarrhythmias. So narrow complex tachyarrhythmia will be differentiated into sinus tachycardia, atrial tachycardia and atrial flutter. ഈ മൂന്ന് കണ്ടീഷൻസ് ഓർത്ത് വെക്കുക. ഓക്കെ, കണ്ടക്ഷൻ സിസ്റ്റമിനെ പറ്റി പഠിച്ചല്ലോ, മനസ്സിലായല്ലോ? there is a SA node, there is a AV node, and there is a bundle of His and Purkinje fibers. SA node has got higher frequency, AV node filters down that frequency, and then ventricles will decide on what rate it has to pump. Okay, atrial flutter in the explanation manaslayallo. What is happening with the atrial flutter? Even though there is a high rate of atrial contractions, the ventricles will be contracting at its own pace. So that is what the atrial flutter ECG shows us. Okay, manslayo? Oh, thank you. Okay, good.